തൃശൂർ കോടാലിയിലെ 8 വയസ്സുകാരൻ ആൽജോയുടെ മരണം പാമ്പിന്റെ വിഷം ഉള്ളിൽ ചെന്നാണെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. പാമ്പ് കടിയേറ്റ സഹോദരൻ അനൂഷ് ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ആൽജോയുടെ സംസ്കാരം ഇന്ന് നടക്കും. നടരാജ് പരശുറാം ചേരുന്നു വിവരങ്ങളുമായി. നടരാജ്, ഈ പരിക്കേറ്റ് കിടക്കുന്ന കുട്ടിയുടെ നിലവിലെ സ്ഥിതി എന്താണ്? അജിംസ്, ഇന്നലെയാണ് നാടിനെ നടുക്കിയ സംഭവം ഉണ്ടായത്. വീട്ടിലെത്തിയ കുട്ടികൾ ഗുരുതരാവസ്ഥയിൽ ആയതിനെ തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പാമ്പ് കടിയേറ്റിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന കാര്യം വ്യക്തമാക്കുന്നത്. പിന്നീട് വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് തലയണയ്ക്കടിയിൽ നിന്നും പാമ്പിനെ കണ്ടെത്തിയത്. ആൽജോ എന്ന 8 വയസ്സുകാരനാണ് മരിച്ചത്. ആദ്യം വിഷബാധയാണെന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. കുട്ടികളോട് ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് തിരിച്ചെത്തിയത്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു സംശയം ഉണ്ടായത്. പക്ഷേ ആശുപത്രിയിൽ നിന്നും അത് അങ്ങനെയല്ല എന്നറിഞ്ഞുകൊണ്ടുകൂടിയാണ് പാമ്പിനെ മുറിയിൽ നിന്നും കണ്ടെത്തിയത്. വിഷം അകത്ത് ചെന്ന് തന്നെയാണ് കുട്ടി മരിച്ചതെന്ന കാര്യത്തിൽ പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട്. ആന്തരിക അവയവങ്ങളെ വിഷം ബാധിച്ചു എന്ന കാര്യം പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തമാവുകയാണ്. ഈ മരിച്ച ആൽജോയുടെ സഹോദരൻ അനൂഷ് ഇപ്പോൾ അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. കുട്ടിയുടെ സ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന വിവരം. എന്തായാലും ആൽജോയുടെ സംസ്കാരം ഇന്ന് നടക്കും. തൃശൂർ കൊടുങ്ങ സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഇന്ന് വൈകിട്ട് 3 മണിക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത്. അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന കുട്ടിയുടെ അവസ്ഥ ഗുരുതരമായി തന്നെ തുടരുകയാണ്. ശരി നടരാജ്.